ഡൽഹി വ്യാജ ആസിഡ് ആക്രമണ കേസിൽ പെൺകുട്ടിയെയും പോലീസ് അറസ്റ്റ് ചെയ്തേക്കും. പരാതി വ്യാജമെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ്. പെൺകുട്ടി ടോയ്ലറ്റ് ക്ലീനർ സ്വയം ഒഴിച്ച് പൊള്ളലേൽപ്പിച്ചതാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഫോറൻസിക് പരിശോധനയിലും ആസിഡിന്റെ അംശങ്ങൾ കണ്ടെത്താനായില്ല. ഈ പെൺകുട്ടിയുടെ അച്ഛൻ അഖിൽ ഖാനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. CCTVയും ടവർ ലൊക്കേഷനുമാണ് ഈ കേസിൽ നിർണായകമായി മാറിയത്. ഒരു പീഡന കേസ് പ്രതിയുടെയും മകളുടെയും നാടകമായിരുന്നു ഈ വ്യാജ ആസിഡ് ആക്രമണം. ഞായറാഴ്ച വൈകിട്ടോടെ ഡൽഹി സർവകലാശാലയിലെ ഒരു 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനി, അവർക്ക് 20 വയസ്സാണ് പ്രായം. അവർ ആസിഡ് ആക്രമണത്തിന് ഇരയായി എന്ന വിവരങ്ങളാണ് ആദ്യം പുറത്തു വന്നത്. പെൺകുട്ടിക്ക് കൈക്കായിരുന്നു പൊള്ളലേറ്റിരുന്നത്. ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. മാത്രമല്ല, പോലീസിൽ മൊഴിയും പരാതിയും ഈ പെൺകുട്ടി നൽകിയിരുന്നു. പരാതി അടിസ്ഥാനത്തിൽ 3 പേരാണ് പ്രതികൾ. ജിതേന്ദർ, അതുപോലെ തന്നെ പെൺകുട്ടിയുടെ ബന്ധുക്കളായിട്ടുള്ള ഇഷാൻ, അർമാൻ. ഇവരൊരു ബൈക്കിലെത്തി ആസിഡ് ഒഴിച്ച് കടന്നു കളഞ്ഞു എന്നുള്ള കാര്യമാണ് പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ ജിതേന്ദർ, മുഖ്യ പ്രതിയായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജിതേന്ദറാണ്. ജിതേന്ദർ കഴിഞ്ഞ 1 കൊല്ലമായി പെൺകുട്ടിയുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നു. 1 മാസം മുൻപ് പെൺകുട്ടിയുമായി ചില പ്രശ്നങ്ങൾ ജിതേന്ദറിന് ഉണ്ടായി എന്നുള്ള കാര്യമടക്കം ഈ മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നാലെ പോലീസ് ഈ 3 പേരെയും പിടികൂടാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണവും തിരച്ചിലെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. 3 പേരും ഒളിവിൽ പോയിരിക്കുകയായിരുന്നു. ഇന്നലെയാണ് ആദ്യ ട്വിസ്റ്റ് ഇതിൽ വരുന്നത്. അതുതന്നെ ജിതേന്ദറിൻ്റെ ഭാര്യ, മുഖ്യപ്രതിയാണ് ജിതേന്ദർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. പിന്നാലെ പരാതിയും നൽകുകയാണ് പോലീസിൽ. അതായത്, ഈ പെൺകുട്ടിയുടെ അച്ഛൻ അഖിൽ ഖാൻ നാളുകൾക്ക് മുൻപ് ജിതേന്ദറിൻ്റെ ഭാര്യയെ ലൈംഗികമായി ഉപദ്രവിച്ചു. മാത്രമല്ല, അശ്ലീല ചിത്രങ്ങൾ എടുത്തു അത് ജിതേന്ദറിന് അയച്ചു നൽകി. ഇതിൻ്റെ പ്രതികാര നടപടിയായിട്ടാണ് തൻ്റെ ഭർത്താവ് ഇത്തരത്തിൽ ആസിഡ് ആക്രമണം നടത്തിയിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ അതൊരു വ്യാജ പരാതി ആയിരിക്കാം എന്നുള്ള കാര്യം കൂടി ജിതേന്ദറിൻ്റെ, മുഖ്യപ്രതിയുടെ ഭാര്യ ഉന്നയിച്ചിരുന്നു. പിന്നാലെ ഇതിലെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. അതുപോലെ തന്നെ ഈ ആസിഡ് ആക്രമണം നടന്ന ഇടത്തെ സാമ്പിളുകൾ ഫോറൻസിക് ശേഖരിച്ചിരുന്നു. ഫോറൻസിക് പരിശോധനയെല്ലാം തന്നെ ആരംഭിച്ചിരുന്നു. പോലീസും വലിയ തോതിൽ അന്വേഷണം നടത്തുകയായിരുന്നു. ഈ ക്രൈം സീനിൽ വെച്ച് പോലീസിന് ആസിഡിൻ്റെ അംശങ്ങളൊന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പക്ഷെ അത് ആദ്യം പോലീസ് വലിയ രീതിയിൽ മുഖവിലേക്ക് എടുത്തിരുന്നില്ല. ഫോറൻസിക്കിൻ്റെ അടക്കം സാമ്പിളുകൾ വരട്ടെ എന്നുള്ള കാര്യമാണ് കരുതിയത്. മാത്രമല്ല, ഇന്നലെ രാത്രിയോടെ പെൺകുട്ടിയുടെ മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങൾ കൂടി പോലീസ് കണ്ടെത്തിയിരുന്നു. അതായത്, പെൺകുട്ടി പരാതിയിൽ പറയുന്ന സമയം, ഈ ആക്രമണം നടന്ന സമയത്ത് മുഖ്യപ്രതികൾ 3 പേരും ആ സ്ഥലത്തില്ല. അവരുടെ മൊബൈൽ ടവർ, അതുപോലെ തന്നെ CCTV ദൃശ്യങ്ങൾ ഇത് സ്ഥിരീകരിക്കുന്നുമുണ്ട്. അതിലെ ജിതേന്ദർ എന്ന് പറയുന്ന മുഖ്യപ്രതി കരോൾബാഗിലാണ് ഉണ്ടായിരുന്നത്. കിലോമീറ്ററുകൾ അപ്പുറമാണ്. അർമാൻ, ഇഷാൻ, ഈ 2 പേരും ഉണ്ടായിരുന്നത് ആഗ്രയിലുമാണ്. മൂന്നാമത്തെ കാര്യം, പെൺകുട്ടി കോളേജിലേക്ക് പോകുന്ന വഴിയായിരുന്നു. ലക്ഷ്മിബായി കോളേജിലാണ് പെൺകുട്ടി പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ സ്പെഷ്യൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ആ കോളേജിൽ എത്തുന്നതിന് 200 മീറ്റർ മുൻപേ തന്നെ പെൺകുട്ടി, ഈ റിക്ഷയിൽ വന്നുകൊണ്ടിരുന്ന പെൺകുട്ടി ഇറങ്ങി നടക്കാൻ തീരുമാനിച്ചു. ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കിയപ്പോൾ പോലീസിന് ചില സംശയങ്ങൾ വന്നു. മൊഴിയിൽ തന്നെ വൈരുദ്ധ്യങ്ങൾ തോന്നി. അങ്ങനെയാണെങ്കിൽ ഇതൊരു വ്യാജ പരാതി ആയിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിലേക്ക്. മാത്രമല്ല, ഈ മുഖ്യപ്രതിയുടെ ഭാര്യ നൽകിയിട്ടുള്ള പരാതിയും മൊഴിയും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരു വ്യാജ പരാതി ആയിരിക്കാം എന്ന നിഗമനത്തിലേക്കാണ് പോലീസ് പോയത്. ആ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുകയും ചെയ്തു. പിന്നാലെ ഫോറൻസിക്കിൻ്റെയും പരിശോധനാ ഫലം വന്നു. ആസിഡിൻ്റെ ട്രേസുകൾ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള കാര്യം. അതുപോലെ പോലീസ് സ്ഥിരീകരിച്ചു ഒരു വ്യാജ പരാതിയാണ്, ജിതേന്ദറിനെ കൊടുക്കാൻ വേണ്ടി പെൺകുട്ടിയും കുടുംബവും കരുതി കൂട്ടി നൽകിയതാണ് എന്നുള്ള കാര്യം. യഥാർത്ഥത്തിൽ പെൺകുട്ടി ടോയ്ലറ്റ് ക്ലീനർ സ്വയം കയ്യിൽ ഒഴിച്ചാണ് പൊള്ളലേൽപ്പിച്ചിരിക്കുന്നത്. ഒപ്പം അച്ഛനെതിരെ ഈ പെൺകുട്ടി, ഈ മുഖ്യപ്രതി ജിതേന്ദറിൻ്റെ ഭാര്യ നൽകിയിട്ടുള്ള ആ പീഡന പരാതി, അതുപോലെ തന്നെ അശ്ലീല ദൃശ്യങ്ങൾ പകർത്തി എന്നുള്ള പരാതി, അതിനെതിരെ നൽകിയിട്ടുള്ള, അല്ലെങ്കിൽ അതിൽ നിന്നും തടിയൂരാൻ വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടി ആ കുടുംബം കരുതി കൂട്ടി ജിതേന്ദറിനെ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കേസാണ് എന്നുള്ള കാര്യം കൂടിയാണ് പോലീസിന് മനസ്സിലായിരിക്കുന്നത്. അതോടെ അഖിൽ ഖാനെ, ഈ ആക്രമണത്തിന് ഇരയായി എന്ന് വിശ്വസിക്കപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛനെ അറസ്റ്റ് ചെയ്തു. കൂടുതൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടിയെയും അറസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാകുന്നത്. അവരിപ്പോൾ ആറന്മുള ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ അവരെയും കസ്റ്റഡിയിലെടുക്കും. കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ കരുതിക്കൂട്ടി 3 യുവാക്കളെ കൊടുക്കാൻ വേണ്ടി പെൺകുട്ടി, അതുപോലെ പെൺകുട്ടിയുടെ കുടുംബം നടത്തിയിട്ടുള്ള ഒരു കേസ്, പരാതി, അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണവും വഴിത്തിരിവുകൾ, CCTVയുടെയും
ഈ ഫോൺ റെക്കോർഡുകളുടെയും ലൊക്കേഷൻ്റെയും എല്ലാം രൂപത്തിലും അതുപോലെ ഫോറൻസിക് തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പോലീസിന് ലഭിച്ചതോടെ ആ 3 പേരും രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എന്തായാലും പെൺകുട്ടിക്കെതിരെയും കർശന നടപടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഡൽഹിയിൽ നിന്നും അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.